ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ഐക്കോണിക് എന്ന് പറയുന്ന ഒരു ബസ്സിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ബോഡി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടയർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു ബോഡി ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും. നമുക്കെന്തായാലും വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ക്രൗളർ എന്ന് പറയുന്നൊരു ഭാഗം, നമ്മുടെ ഫ്രണ്ടിലൊരു ബമ്പറിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെഡോൺ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലൈറ്റ് കണ്ടില്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ LED ആണ് ഈ കൊടുത്തേക്കുന്നത്. പക്ഷേ എൻ്റെ കണക്ഷൻ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാര്യം ഞാൻ കുറേ ലൈറ്റ് കൊടുത്തപ്പം ഷോർട്ട് വന്ന കാരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ രണ്ടും LED തന്നെയാണ്. ഒരു ബ്ലൂ LED ആണ് ഇത് രണ്ടും വരുന്നത്. പിന്നെ ഇത് നമ്മൾ ഫോം ബോർഡ് വെച്ചാണ് വണ്ടി മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഷേപ്പ്, ഒരു ബ്ലൂ LED ലൈറ്റ്. പിന്നെ ഫോഗ് ലാമ്പ് ഞാനൊരു വെറുതെ ഒരു വരച്ച രീതിയിൽ ചെയ്തേക്കാണ്. പിന്നെ നമ്മുടെ ആ ഒരു എയർ വിൻഡ് പോലത്തെ ടൈപ്പ് സംഭവമില്ലേ, അത് ഞാൻ ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഗ്രില്ല്, അത് ഞാൻ നമ്മുടെ ഒട്ടിക്കുന്ന ചെരുപ്പില്ല, സ്ട്രാപ്പുള്ള അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി അതിൻ്റെ പൊക്കത്തോടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വണ്ടിയുടെ ഒരു ഇത്രയും ഭാഗം വരുന്നത്. ഇനി ഞാൻ നേരെ ഗ്ലാസ് ഭാഗം കാണിക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഡയുടെ കുപ്പിയില്ല, അത് ഞാൻ കട്ട് ചെയ്ത് വളച്ചൊട്ടിച്ചേക്കുന്നതാണ്. ചിലപ്പോൾ മനസ്സിലാവും അല്ലേ. അപ്പോൾ വണ്ടിയുടെ പേര് ഐക്കോണിക് എന്നാണ് പറയുന്നത്. ടൂറിസ്റ്റ് ബസ് ഐക്കോണിക് എന്നുള്ള ബസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ്, ഐക്കോണിക് എന്ന് എഴുതിയേക്കുന്നതിൽ നമുക്ക് ലൈറ്റ് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാര്യം ഞാൻ ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയൊരു ബസ്സാണ്, കാരണം എനിക്ക് അതിൻ്റെ ചെറിയ ഒരു പോരായ്മകളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ പൊക്കത്ത് വരുന്നതാണ് നമ്മുടെ 3 ലൈറ്റ് വരുന്നത്, നീല കളറിലെ ലൈറ്റാണ്. അത്യാവശ്യം റേറ്റിംഗ് ഞങ്ങളൊക്കെ കിട്ടുന്ന ലൈറ്റാണ്. പിന്നെ നമ്മുടെ കൊമ്പ്, അതും ഞാൻ ഫോം ബോർഡ് വെച്ചാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ ഇതിന് നല്ലൊരു ഷേപ്പ് കിട്ടി. പക്ഷേ ഇതിന് ഷേപ്പ് കിട്ടിയത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഞാൻ പൊക്കത്തുനിന്ന് എടുത്തപ്പം ജസ്റ്റ് ഒന്ന് താഴെ വീണാണ്, അപ്പോൾ അത് ഒടിഞ്ഞു പോയി. ഞാൻ തൽക്കാലം വേറൊരെണ്ണം റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലൈറ്റ് തന്നെ കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ വണ്ടിയുടെ സൈഡ് ഭാഗത്തോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡ് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഫോം ബോർഡ് വെച്ച് തന്നെയാണ് വണ്ടി മൊത്തം ഫോം ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ശരിക്കും ഡോറാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി വെച്ചത്. കാര്യം നമ്മൾ തുറക്കുന്ന ടൈപ്പ് ഡോറാക്കാനാണ്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. കണ്ടില്ലേ, ഇവിടെ സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ രീതിയിൽ അകത്തോട്ട് ചെയ്തിട്ടുണ്ടായി. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു കുറച്ച് പാർട്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു രീതിയിൽ ആക്കി പിടിപ്പിച്ചേക്കാണ് ഇപ്പം. പിന്നെ നമുക്ക് എന്തായാലും സൈഡിലോട്ട് പോവാം. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പച്ച ഗ്ലാസ് കാണാൻ പറ്റും. ഇത് ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ കുപ്പിയിൽ സ്പ്രൈറ്റിൻ്റെ കുപ്പി കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു CD മാർക്കർ കൊണ്ട് ഗ്ലാസിൻ്റെ രീതിയിൽ ലൈൻ വരച്ചു. പിന്നെ 2 കമ്പി പോലെ വരച്ച AC കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡിൽ വൈറ്റ് പെയിൻറ്റ്, ഇത് ഞാൻ ഹാൻഡ് മെയ്ഡ് പെയിൻ്റാണ്, നമ്മുടെ ഫാബ്രിക് കാസ്റ്റിൻ്റെ പെയിൻ്റാണ്, അല്ലാണ്ട് സ്പ്രേ പെയിൻ്റ് അല്ല. അത് കാരണമാണ് ചെറിയൊരു പാട് കിടക്കുന്നത്. അപ്പോൾ ഐക്കോണിക് എന്നാണ് വേണ്ടിയിട്ട് സൈഡിൽ നെയിമും കൊടുത്തേക്കുന്നത്. പിന്നെ ഡീസലിൻ്റെ ഒരു സംഭവം നമ്മൾ ഇവിടെ കൊടുത്തു. ഇതായാലും ബാക്കിലോട്ട് കിടക്കാം. ബാക്കിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റിക്കർ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു പട്ടത്തിൻ്റെ ടൈപ്പ്. അത് വെറുതെയാണ്. പിന്നെ നമ്മുടെ ഗ്ലാസ് ഭാഗം, പിന്നെ ഗ്ലാസിൻ്റെ ചുറ്റിനുള്ള റൗണ്ട്, പിന്നെ 2 ലൈറ്റ്. ഇത് വർക്കിംഗ് അല്ല കേട്ടോ, ഞാൻ 2 കൊടുത്തേക്കാണ്. പിന്നെ നമ്മളിതിൻ്റെ പൊക്കത്തൂടി മറ്റേ ലൈറ്റിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടി ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലെ ബമ്പർ, അത് നമ്മൾ ഫോം ബോർഡ് തന്നെ കട്ട് ചെയ്ത് ബ്ലാക്ക് അടിച്ചാണ്. അപ്പോൾ അത്രയും ഭാഗമാണ് ബാക്കിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ പൊക്കത്തെ ഭാഗം കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പൊക്കത്തെ ഭാഗം വരുന്നത്. ഇത് നമ്മൾ ഫോം ബോർഡ് തന്നെ ആ രീതിയിൽ ഒട്ടിച്ചേക്കാണ്. പിന്നെ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അതിൻ്റെ പൊക്കത്തൂടെ അടിച്ചേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ തീപ്പെട്ടിയുടെ ഒരു ബോക്സില്ല, അത് ഞാൻ അകത്തെ ഭാഗം കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്ന 2 പിന്നെ ഒരു കുപ്പിയുടെ ഒരു മൂടിയും കൂടി മറ്റേ ഫാൻ പോലെ AC ഫാൻ പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫോം ബോർഡ് 5-6 ലെയർ ഞാൻ ഒരുമിച്ച് ഫ്ലെക്സ് ഇട്ട് ഒട്ടിച്ചത് സാൻഡ് പേപ്പർ വെച്ച് CV 2 കട്ട് ഒട്ടിച്ചേക്കുന്നതാണ്. പിന്നെ ഈ ഭാഗത്ത് പിന്നെ ഒരു ലെയർ കൂടി കൊടുത്ത കാര്യം ഇച്ചിരി പൊക്കം തോന്നാൻ വേണ്ടിയിട്ട്. അവിടെ അതേപോലെ തന്നെ ഫോം ബോർഡ് ഞാൻ 2-3 ലെയർ വെച്ച് ഫ്ലെക്സ് ഇട്ട് ഒട്ടിച്ച് 2 സൈഡിലും കൊടുത്തേക്കാണ്. പിന്നെ എൻ്റെ പഴയ ഒരു കാറിൻ്റെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്, നമ്മുടെ ഒരു അലോയ് വീല്, അത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭാഗമാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഉണ്ടാക്കാനുള്ള ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു റേറ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം റേറ്റ് വന്നിട്ടുണ്ട്. കാര്യം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കാരണം എനിക്കൊരു കാര്യം അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞുതരാം.
ഈ ഫോം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ സാധാരണ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞാൽ നല്ല വില കുറച്ച് നല്ല വലിയ പീസുകളൊക്കെ കിട്ടും. പക്ഷെ ആ സമയം എനിക്കിത് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഫോം ബോർഡ് മേടിച്ചത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പേപ്പർ ടൈപ്പ് സാധനമായിരുന്നു. അതിന് 400 രൂപയായിരുന്നു. എത്ര 8 പീസ് കിട്ടി 400 രൂപക്കാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അത്രയും പൈസ പോയവിടെ. പിന്നെ കുപ്പിയൊന്നും പിന്നെ നമ്മുടെ വീട്ടിലെ കുപ്പിയെല്ലാം എടുത്തേക്കുന്നത് വലിയ പൈസ ആയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യാൻ മിനിമം ഒരു 500-600 റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പെയിൻറ്റ് ഞാൻ ആദ്യം നമ്മളെ സ്പ്രേ പെയിൻറ്റ് അടിച്ചായിരുന്നു. പക്ഷേ അത് അടിച്ചപ്പോൾ നമ്മൾ ഇവിടെ ഒട്ടിച്ചേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പായിരുന്നു ഗ്ലാസ്സിൽ പെയിൻറ്റ് അടിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വീണ് കൊള്ളത് കാരണം അത് മാറ്റി പുതിയ ഗ്ലാസ് ഒട്ടിച്ചപ്പം സ്പ്രേ പെയിൻറ്റ് ചീവി കളയേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ അതും കൂടി കൂട്ടിയാണ് ഞാൻ പറഞ്ഞത് ഒരു 500-600 രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു ബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു പോരായ്മകളുണ്ടാവും. പിന്നെ നമ്മുടെ ഈ ബസ് ഉണ്ടാക്കുന്നത് എനിക്ക് യൂട്യൂബിലിടാൻ പറ്റാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. കാരണം എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതാരണം ഞാനിപ്പോൾ എടുത്തത്. പിന്നെ ഞാൻ അതിൻ്റെ ലൈറ്റ് വർക്കിംഗ് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ റൂമിൽ വന്നേക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വെളിച്ചം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അതുകൊണ്ട് സ്വിച്ചും ബാറ്ററിയും ഞാൻ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ? ഞാൻ എന്തായാലും ഓൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ? ഈ രീതിയിൽ വെളിച്ചം നമ്മുടെ ഇതിൻ്റെ ഒരു കുഞ്ഞ് ലൈറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് കൈ പോലും കാണുന്നില്ല. കണ്ടില്ലേ? അത്യാവശ്യം നല്ല വെളിച്ചം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ കണ്ടോ? അത്യാവശ്യം നല്ല വെളിച്ചം നമ്മുടെ ഈ ഒരു ബസ്സിനുള്ളിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വെറുതെ നമ്മുടെ ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ഇതിൽ നമുക്ക് 18 വോൾട്ട് വരെ 18 അല്ല 12 വോൾട്ട് വരെ നമുക്കിതിൽ യൂസ്ഫുള്ളായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നല്ല 2 9 വോൾട്ടിൻ്റെ ബാറ്ററി നമുക്ക് ഒരുമിച്ച് വെച്ചാൽ അപ്പോൾ നല്ല വില കിട്ടുന്ന ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല കിട്ടുന്ന ഒരു ലൈറ്റാണ്. അത്യാവശ്യം നല്ല ദൂരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില വരുന്ന 10 രൂപയാണ് ഈ ലൈറ്റിൻ്റെ. അപ്പം ലൈറ്റ് വർക്ക് ഉണ്ടല്ലോ, കണ്ടില്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത്ര നല്ല കാര്യം. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു സെറ്റ് ബാഗയുടെ ഒരു പണിയും കൂടി നടക്കുന്നുണ്ട് ബസ്സിൻ്റെ. അപ്പോൾ അതെനിക്ക് ഇടാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ സാൻഡ് പേപ്പറൊക്കെ ജീവ് റെഡിയാക്കി വെച്ചേക്കാണ്. ഞാൻ ജസ്റ്റ് ഒരു പിക്ക് അതിനെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഈ വണ്ടിയുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത്രയാണ് വരുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ. കുഞ്ഞൊരു വണ്ടിയാണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല. ഒരു 1/2 കിലോ ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ സെറ്റ് ബാഗ് കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇത് നല്ല വലിയ വണ്ടിയാണ്. ഇത് എൻ്റെ കൈ പിടിക്കാൻ പറ്റത്തില്ല. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് സൈസ്. നമ്മൾ ഫുള്ള് സാൻഡ് പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിത് ചീവി വെച്ചേക്കാണ്. അതാണ് പൊക്കത്തൊക്കെ മെനേടായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റ് വർക്ക് ഉണ്ട്. ഇതേപോലെയല്ല, നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് ഈ ഒപ്റ്റിമസ് എന്ന് എഴുതിയേക്കുന്ന അവിടെയാണ്. ഇതാണ് വണ്ടിയുടെ പേര്, ഒപ്റ്റിമസ്. ഇതിൻ്റെ ഉള്ളിലാണ് ലൈറ്റ് വർക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ അടിയിലുണ്ട്, കാണിച്ചത് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തിടുന്നതായിരിക്കും. ഇത് രണ്ടും ഒരേപോലെ ഒരു സമയത്തല്ല. ഇത് ഞാൻ കഴിഞ്ഞ വർഷം പണിതാണ്. പിന്നെ ഞാൻ അത് നിർത്തി വെച്ചിട്ട് കഴിഞ്ഞ മാസമാണ് ഇതിൻ്റെ ബാക്കി പരിപാടി ചെയ്തത് കേട്ടോ. അപ്പം ഇത് ഞാൻ 2 മാസം അടുത്താണ് ഇത് ഉണ്ടാക്കി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റാൻ അറിയാമല്ലോ, ഫോൺ കംപ്ലൈൻറ്റ് കാരണം 2 ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടുന്നതാണ്. 2 ഒരുമിച്ച് വെച്ചുള്ളൊരു കിടിലൻ റിവ്യൂ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എൻ്റെ ഇത്ര ഉള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.